ഹലോ ഡിയർ റെസ്ലിംഗ് ഫാൻസ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ റോയൽ റംബിൾ 2025 വിന്നർ പ്രഡിക്ഷൻ ആയിരുന്നു. ആ പ്രഡിക്ഷനിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ തെറ്റായിരുന്നു. അങ്ങനെ പടക്കടകുദാഹവ. അതുകൊണ്ട് വീണ്ടും മറ്റൊരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്തവണ എലിമിനേഷൻ ചേംബർ 2025 മാച്ചസും പ്രഡിക്ഷൻസുമാണ്. ഈ എലിമിനേഷൻ ചേംബറിൽ ടോട്ടൽ 5 ഇവൻറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ 4 മാച്ചസും ഒരെണ്ണം കോഡി റോഡ്സ് റോക്കിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു സെഗ്മെൻറ്റുമാണ്. ആദ്യമായി കെവിൻ ഓവൻസ് വേഴ്സസ് സാമി സെയിൻ അൺസാങ്ഷൻഡ് മാച്ചാണ്. അപ്പോൾ അൺസാങ്ഷൻഡ് മാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ട്രീം റൂൾസ് മാച്ചോ അല്ലെങ്കിൽ നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചോ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചോ അതിൻ്റെ മറ്റൊരു വെർഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു മാച്ചായിട്ട് കണക്കാക്കാതെ ഈ മാച്ചിൽ എന്ത് സംഭവിച്ചാലും അത് WWE യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ടാണ് ഇത് സ്റ്റിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു മാച്ചിനകത്ത് വരുന്നൊരു റൂളല്ല, ഇത് മാച്ചേ അല്ല എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ കെവിൻ ഓവൻസ് ജയിക്കും എന്ന് തന്നെയാണ്. കാരണം കെവിൻ ഓവൻസ് കഴിഞ്ഞ കുറേ മാച്ചസായിട്ട് കണ്ടിന്യൂസ് ലൂസ് ചെയ്യുന്നത് കൊണ്ടും സാമി സെയിൻ ഇപ്പോൾ വിൻ ചെയ്തിട്ട് സ്റ്റോറി ലൈൻ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. മേ ബി ഇതിൻ്റെ ബാക്കിയായിട്ട് റസൽമാനിയയിൽ ഒരു മാച്ചും കൂടെ ഇവർക്ക് വന്നെന്നിരിക്കാം. അടുത്തത് ടിഫനി സ്ട്രാറ്റൻ ആൻഡ് ട്രിഷ് സ്ട്രാറ്റസ് വേഴ്സസ് നെയ ജാക്സ് ആൻഡ് കാൻഡിസ് ലെറേ. ഇതൊരു ടാഗ് ടീം മാച്ചാണ് വിമൻസിൻ്റെ. ഉറപ്പായിട്ടും ടിഫനി സ്ട്രാറ്റൻ ആൻഡ് ട്രിഷ് സ്ട്രാറ്റസ് തന്നെയാണ് ഈ മാച്ച് ജയിക്കാനായിട്ട് ചാൻസ് കൂടുതൽ. ബിക്കോസ് അതിനുശേഷം ടിഫനി സ്ട്രാറ്റന് ഇനി ഷാർലറ്റ് ഫ്ലെയറിനെയാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, റസൽമാനിയയിൽ ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ആണ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാച്ചിൻ്റെ അവസാനം ഇത് തന്നെയായിരിക്കും, ഇവർ രണ്ടുപേരായിരിക്കും ജയിക്കുന്നത്, നയ ജാക്സ് ആൻഡ് കാൻഡിസ് ലെറേ തോക്കുന്നതായിരിക്കും. അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് WWE ചാമ്പ്യൻ കോഡി റോഡ്സിൻ്റെ ഡിസിഷനാണ് റോക്കിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റോക്കിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തേക്കാം എന്നാണ്. കാരണം കുറച്ച് നാളായിട്ട് കോഡി ഒരു ഹീൽ ടേൺ ചെറിയ രീതിയിൽ ഹിൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് റെസ്ലിംഗ് ചാനൽസും ഫാൻസും കോഡിയുടെ ഒരു ഹീൽ ടേൺ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹോംലാൻഡർ ബോയ്സിലെ ക്യാരക്ടറാണ്. അപ്പോൾ അതുപോലെ ഒരു വില്ലൻ റോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ റോക്കുമായിട്ട് ചേർന്ന് വേണമെങ്കിൽ ഒരു വില്ലൻ റോള് റസൽമാനിയ ആകുമ്പോഴത്തേക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ മേ ബി അതിനൊരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വിമൻസ് എലിമിനേഷൻ ചേംബർ മാച്ചാണ്. അതിനകത്ത് ലിവ് മോർഗൻ, ബിയങ്ക ബലെയർ, അലക്സ ബ്ലിസ്, ബെയ്ലി, നയോമി, റോക്സൻ പെരസ്, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നിന്നും അലക്സ ബ്ലിസ് ഈ മാച്ച് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാവരും അവരവരുടെ സ്റ്റോറി ലൈൻസുമായിട്ട് ഇൻവോൾവ് ആണ്. ലിവ് മോർഗൻ ആണെങ്കിൽ ജസ്റ്റ് റീസെൻ്റ്ലിയാണ് ബിയങ്ക ബലെയറിനെയും നയോമിയെയും തോപ്പിച്ചിട്ട് റക്കേലിൻ്റെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ജെയ്ഡിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിയങ്ക ബലെയറും നയോമിയാണെന്ന് ഒരു റൂമറുണ്ട്. അപ്പോൾ ജെയ്ഡ് റിട്ടേൺ ചെയ്തിട്ട് ബിയങ്ക ബലെയറും നയോമിയായിട്ടൊരു ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് റസൽമാനിയയിൽ അവരൊരു മാച്ചിൽ അത് എൻഡ് ചെയ്തേക്കാം. പിന്നെ റോക്സൻ പെരസിൻ്റെയും ബെയ്ലിയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി റോവും സ്മാക്ഡൗണൊക്കെ കാണുന്നവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മേ ബി ആ ഒരു റൈവൽറി ബിൽഡപ്പ് ചെയ്തിട്ട് റസൽമാനിയയിൽ ഒരു മാച്ചിൽ അത് എൻഡ് ചെയ്തേക്കാം. വേറെ സ്റ്റോറി ലൈൻസിലൊന്നും കറൻ്റ്ലി ഇൻവോൾവ് ആവാത്തത് അലക്സ ബ്ലിസ് ആണ്. അപ്പോൾ അലക്സ ബ്ലിസ് ഈ ഒരു എലിമിനേഷൻ ചേംബർ വിൻ ചെയ്തതിന് ശേഷം റസൽമാനിയയിൽ റിയ റിപ്ലിനെ ഫേസ് ചെയ്യുന്നതായിരിക്കും. ഫൈനലി മെൻസ് എലിമിനേഷൻ ചേംബറാണ്. അതിൽ ജോൺ സീന, CM പങ്ക്, ഡ്രൂ മക്കൻടയർ, ലോഗൻ പോൾ, ഡേമിയൻ പ്രീസ്റ്റ് ആൻഡ് സെത്ത് റോളിൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോൺ സീനയുടെ ഫൈനൽ എലിമിനേഷൻ ചേംബറാണ്. റസൽമാനിയയിൽ ഒരു മാച്ചിൽ പങ്കെടുക്കുന്നതോടുകൂടി ജോൺ സീന റിട്ടയർ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഈ ഒരു മാച്ചിൽ ജോൺ സീന ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റോയൽ റംബിൾ പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെ CM പങ്ക് ജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. CM പങ്ക് ഈ ഒരു എലിമിനേഷൻ ചേംബർ ജയിച്ചതിന് ശേഷം റസൽമാനിയയിൽ കോഡി റോഡ്സും ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ജോൺ സീനയ്ക്കാണെങ്കിൽ ഒരു ക്വാളിഫയിങ് മാച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല റസൽമേനിയയിൽ ഒരു മാച്ചിന് വേണ്ടിയിട്ട്. യെസ്, ടൈറ്റിലിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യണം, പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ ജോൺ സീനയ്ക്ക് മേ ബി ലോഗൽ പോളുമായിട്ട് ഒരു റൈവൽറി സ്റ്റാർട്ട് ചെയ്തിട്ട് റസൽമേനിയയിൽ കൊണ്ടത് എൻഡ് ചെയ്യിക്കാം, അതിലൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രൂ മാക്കൻഡയറിൻ്റെ കേസാണെങ്കിൽ ഡൈമീൻ ബ്രീസ്റ്റുമായിട്ടൊരു റൈവൽറി സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റസൽമേനിയയിൽ അവരുടെ മാച്ച് ആയിരിക്കും. സെത്ത് റോളിൻസിൻ്റെ കാര്യമാണെങ്കിൽ റോയൽ റംബിളിൽ സെത്ത് റോളിൻസ് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ടുവേർഡ്സ് റസൽമേനിയ ടൈം ആകുമ്പോഴത്തേക്കും റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തിട്ട് സെത്ത് റോളിൻസുമായിട്ട് ഒരു ഫ്യൂഡിൽ എൻ്റർ ചെയ്തിട്ട് സെത്ത് റോളിൻസ് വേഴ്സസ് റോമൻ റെയിൻസ് ആയിരിക്കും റസൽമേനിയയിൽ ഉണ്ടാകുന്ന മറ്റൊരു മാച്ച്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്റ്റോറി ലൈൻസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് സി എം പങ്ക് മാത്രമാണ് ദി ഓഡ് വൺ ഔട്ട്. സോ ഐ റിയലി തിങ്ക് സി എം പങ്ക് വിൽ വിൻ. അപ്പോൾ ഇത്രയാണ് എൻ്റെ എലിമിനേഷൻ ചേംബർ 2025 പ്രഡിക്ഷൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.